ബർത്ത്ഡേക്ക് സിറ്റി ഇല്ലായിരുന്നു. അണ്ണൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ടാ വന്നത്. ഇതാണ് സാധനം. അണ്ണന്ന് ഓട്ടിച്ചു നോക്കിയേ. സിറ്റിയിലെ ടോപ്പ് വണ്ടിയാ. അണ്ണ ഓട്ടിച്ചു നോക്ക്. കേറി കേറി പന്ന പറമാൻ പന്ന നടക്കൂല. ഞാൻ ഡിക്കി കയറാം. പണ്ട് ഞാൻ സിറ്റിണ്ടായിരുന്നപ്പോ അണ്ണനെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ചേർത്തില്ല. തരാൻ പറ്റിയില്ല. നീ സിറ്റിയിൽ ഇല്ലായിരുന്നല്ലേ അന്ന്? ഗ്യാങ്ങിലില്ലായിരുന്നു. അണ്ണന്ന് ഓട്ടിച്ചു നോക്ക്. സൗണ്ട് അടിപൊളിയടാ, ഡിസ്റ്റർബൻസും ഇല്ല. ടോപ്പ് ഡീലർഷിപ്പിലെ ടോപ്പ് വണ്ടി ഏതാ? ഡീലർഷിപ്പിലെ ടോപ്പ് വണ്ടിയാ? എത്ര? എത്രടാ? 90 കോടി. 90 കോടിയോ ഈ വണ്ടിക്കോ? നീ അത് ഗ്രൈൻഡ് ചെയ്ത് പൈസ കൂടെ തന്ന പോലെ തെറ്റില്ല. നല്ല രസമുണ്ട് സത്യം. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ബർത്ത്ഡേക്ക് സത്യം പറഞ്ഞ സിറ്റിയിൽ ഒരാളുടെ ഒരു മുട്ടായി എങ്കിലും കിട്ടുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കഴിഞ്ഞ 5 വർഷം ഇതിനകത്താണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്റെ ബർത്ത്ഡേ. ഈ വട്ടം ലിറ്ററലി ഞാൻ എന്റെ അടുത്ത് സെന്റിമെന്റ്സ് പറയുന്നൊന്നും അല്ലടാ. ഞാൻ പറയാ, ഈ വട്ടം എനിക്ക് സിറ്റിക്കകത്ത് ഒരു ഡയറി മിൽക്ക് പോലും കിട്ടിയില്ല. മനസ്സിലായേ? എനിക്ക് ആ വിഷമം നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാനത് നീ തന്നില്ല, ബാക്കി മെമ്പേഴ്സ് തന്നില്ലെന്നല്ല, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷം അത് അതുപോലെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇല്ലാതായപ്പോ എനിക്ക് ഭയങ്കര വിഷമം വന്നു സത്യം പറഞ്ഞ. ഈ വട്ടം ഭയങ്കര ശോകമായിരുന്നു എനിക്ക്. ഞാൻ ഉണ്ടായിരുന്നു എന്തായാലും. അങ്ങനല്ല, ബാക്കി നമ്മളുള്ളവർ ചെയ്തില്ലെന്നല്ല, നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. മനസ്സിലായ? അത് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് സെറ്റ് ആകാം. ഇനി ഒരു ബർത്ത്ഡേ നമ്മള് മുടക്കത്തില്ലല്ലേ. അതെന്റെ വാക്കണ്ട. അപ്പൊ ദൈവം ഇതൊന്ന് അണ്ണന്റെ പേരിലോട്ടാക്കുമെന്ന്. നീ ഇനി സിറ്റിയിലുണ്ടാവൂലേ? അണ്ണാ എനിക്ക് ഞാൻ പറഞ്ഞ ഒരാഴ്ച എനിക്ക് അത് കഴിഞ്ഞ എണ്ണപ്പാടത്തേക്ക് പോവല്ലേ? ഒരു വർഷമാവല്ലേ? ഖത്തറിലൊരു എണ്ണത്തോണിയില് ജോലി കിട്ടി. ഇനി എണ്ണയൊക്കെ അങ്ങോട്ടാ പോണേ. കൊല്ലത്ത് ഇടയ്ക്കൊരു ന്യൂസ് വന്നായിരുന്നു പത്രത്തിൽ, കൊല്ലത്ത് എവിടെ എണ്ണയുണ്ടോ? അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറയാണ്, അണ്ണ ഡീസലോ പെട്രോളോ എല്ലാം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് കൊല്ലത്ത് 2 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ വാക്ക് പാലിച്ചില്ല. ഇപ്പൊ ഖത്തർ ഇപ്പൊ എണ്ണ എടുക്കാൻ പോരെ, അണ്ണൻ അവിടെ നിന്ന് കൊണ്ടുവരാം നാട്ടി വരുമ്പോ. നീ ഇത്ര കൊല്ലത്ത് എണ്ണ ഉണ്ടെന്ന് വിശ്വസിച്ചല്ലേ നീ? അത് കിട്ടാത്തോണ്ടല്ലേ ഇപ്പൊ ഖത്തർ ഇപ്പൊ അവിടുത്തെ എണ്ണ പാടത്തിൽ പോന്നെ. ഖത്തറിൽ എണ്ണപ്പാടം ഉണ്ടോ ശരിക്കും? ഓ ഉണ്ട്. മറ്റേ ഇതൊക്കെയില്ല എണ്ണ, മറ്റേ ഈന്തപ്പഴമൊക്കെ ഉള്ള സ്ഥലമല്ലേ അവിടെ എണ്ണ ആണോ? മണലല്ലേ എണ്ണ? ഈന്തപ്പഴം എണ്ണ തമ്മിൽ എന്താണ് ബന്ധം? എന്നാ മണലിലല്ലേ ഈന്തപ്പഴം വളരൂ? മണലിലല്ലേ പെട്രോൾ കാണൂ? അങ്ങനെ അതറിയില്ല. സയൻസ്. രാജസ്ഥാൻ മരുഭൂമിയിലെ എണ്ണ കാണൂല്ലോ. അതാ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജിയോഗ്രഫിക് ആയിട്ട് ചിന്തിക്കുന്നത്? നമുക്ക് പോവാം. അങ്ങനെയൊക്കെ ഉണ്ട്. സയൻസ് ആണ്. പണ്ട് പഴഞ്ചൊല്ലി കേൾക്കത്തില്ലേ? എണ്ണം കിട്ടില്ലേ? ബനാന ടാക്സ്. ഈന്തപ്പഴമുള്ള അടുത്ത് ബലം കിട്ടുമെന്നൊക്കെ. ബലം കിട്ടുമെന്ന് പറയാം. നല്ല ബലം കിട്ടുമെന്ന് പറയാം. അതുകൊണ്ടല്ലേ ഗൾഫൊക്കെ വലിയ ഡെവലപ്മെന്റ് ആയത്. നമ്മുടെ ഇവിടെ ഈന്തപ്പഴം ഈന്തപ്പഴം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട് പുരോഗമിക്കാത്തത്. അന്നത്തെ പറമ്പ് എവിടെ ഈന്തപ്പഴം ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നാ സത്യമായിട്ട് ഈന്തപ്പഴമുള്ള രാജ്യങ്ങളെല്ലാം ഭയങ്കര ഡെവലപ്മെന്റ് അല്ലേ? സൗദി, ഗൾഫ്. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഈന്തപ്പഴം ഇല്ല? അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്നത്. എടാ, കേരളത്തിൽ ഈന്തപ്പഴം ഇല്ലല്ലോ. എന്താ നമ്മുടെ കൊല്ലത്തിന്റെ അത്രയും ടോപ്പ് ക്വാളിറ്റി അണ്ടി വിൽക്കുന്ന വേറെ ആരും ഇല്ല. എന്നാ അതുകൊണ്ടല്ലേ നമുക്ക് ആ കാര്യത്തിൽ പോപ്പുലേഷൻ ഫസ്റ്റ് അല്ലേ? എണ്ണ ചിന്തിക്ക്. എടാ, സ്പൈസസ് ബാക്കി എല്ലാത്തിലും നമ്മള് തന്നെയാണ് ടോപ്പ്. നമ്മള് വിൽക്കുന്ന ടോപ്പ് ക്വാളിറ്റി ഇപ്പൊ സ്പൈസസ് ഒക്കെ പകരം സ്പൈസസ് ഇടേണ്ടടുത്ത് ഈന്തപ്പഴം വെട്ടിയിട്ടാ നടക്കുവോ? ഇല്ല. പെട്രോൾ ഉണ്ടെങ്കിലല്ലേ വണ്ടി കൂടുവണ്ണ. നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ? പെട്രോൾ തമ്മിൽ എന്തിനു ബന്ധം?
അപ്പൊ കാർ ഓട്ടിക്കട്ടെ കേട്ടോ, പെട്രോൾ വേണ്ടേ? കാർ ഓട്ടിക്കണം. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് പക്ഷെ അണ്ണൻ പറഞ്ഞ ഇന്ത്യയുടെ കേസും കറക്റ്റ് അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാശ്മീർ ഉണ്ടായിരുന്നല്ലേ ഇവിടെ പോപ്പുലേഷൻ കൂടിയത്. നീ എന്തൊക്കെയാണ് അമ്പത്തൂര് സംസാരിക്കണേ? ഒന്നുമില്ല, വണ്ടി എടുക്കാൻ പോവാ. കാശ്മീരിട്ട് കൂടിയോണ്ടല്ലേ പോപ്പുലേഷൻ കൂടിയതെന്നാ? എന്നാ കൊറേ നാട്ടുകാർ ഇവിടെ വന്ന് കച്ചവടം ചെയ്യാൻ നാട്ടിൽ വന്നല്ലേ പോപ്പുലേഷൻ കൂടിയത് ആ കാലത്ത്. മനസ്സിലായില്ല അണ്ണാ? ഈ വ്യാപാര കച്ചവടം അണ്ണന് മൊത്തത്തിൽ പകഞ്ഞിരിക്കല്ലേ. എന്റെ അമ്മ പറഞ്ഞ കഥകളാണ് അതൊക്കെ. ബനാന ടാക്സ്. നിന്റെ അമ്മൂമ്മ അത് വേറെന്തോ ടോക്സാ. ഇല്ലില്ല, അമ്മ ഇപ്പോഴും ഉണ്ട്. ഇപ്പഴാ പോന്നെന്ന് പറഞ്ഞിരിക്കുക. ഫ്രെയിമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയണേ? അണ്ടിപ്പരിപ്പിന് കൂടിയെന്ന് പറഞ്ഞ എങ്ങനെയാണടാ അണ്ണാ പോപ്പുലേഷൻ? പണ്ട് വാസ്കോട ഗാമ കേരളത്തിൽ കാലുകുത്തി. അന്ന് എത്ര ജനങ്ങളെ അറിയോ കപ്പൽ കയറ്റിയത്? എന്ത് അങ്ങനെയാണ് നമ്മുടെ നാട്ടില് സായിപ്പന്മാരുടെ പോപ്പുലേഷൻ കൂടിയത്. അവിടെ നിന്നല്ലേ കേരളത്തിന് ഡെവലപ്മെന്റ് വന്നത്. അപ്പൊ അവിടെ ബാക്കിയുള്ള രാജ്യക്കാരുമായിട്ട് ബന്ധമില്ലേ? അപ്പോഴും ഇന്ത്യക്കാരുടെ കൂടെ സായിപ്പന്മാരും ഉണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു? അവരെയൊക്കെ പറഞ്ഞു വിട്ട്. അതിപ്പോ അണ്ണൻ എങ്ങനെ അറിയാം സായിപ്പിന്റെ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലെന്ന്? അതൊന്നും പറയാൻ പറ്റത്തില്ലട്ടാ. അവിടെ പോപ്പുലേഷന് ബാക്കിയുള്ളവർക്ക് പങ്കുണ്ട്. നമ്മൾ കടന്ന് ചിന്തിച്ച അണ്ണ കുറെ ചിന്തിക്കേണ്ടി വരും. ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഈ വെള്ളം എങ്ങനെ ഉണ്ടായി, ഭൂമി എങ്ങനെ ഉണ്ടായി, ഭൂമിയെ പോലെ 10 പ്ലാനറ്റ് ഉണ്ടോ? അണ്ണ അങ്ങനെ ചിന്തിക്കാറില്ല. അമ്പുചേട്ടാ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇനി ചോദിക്കരുത്, ഞാൻ പുകഞ്ഞിരിക്കുക. ഞാൻ എന്ത് വിളിച്ചു പറയും? കടലിലാരും ഉപ്പിട്ട് അണ്ണ പറ, അണ്ണ കടലിലാരും ഉപ്പിട്ട് അതൊക്കെ നമ്മുടെ പ്രകൃതിയെ ബാലൻസ് ആക്കാൻ വേണ്ടിട്ട് ആരോ ചെയ്തത്. ദൈവമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആരാണ് ഈ ആര്? അത് എടാ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എപ്പോഴും ദൈവത്തിനെ വിളിക്കുമ്പോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അമ്പലത്തിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഒരു പോസിറ്റീവ് എനർജി. അന്നദാനത്തിന് പോകുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്നങ്ങ് വിശ്വസിക്കുക. എങ്ങനെ അറിയാം? പ്രൂഫ് ഉണ്ടോ? എന്റെ കയ്യില് പ്രൂഫ് ഒന്നും ഇല്ല. എനിക്ക് അങ്ങനെ തെളിയിക്കാത്തപ്പെട്ട ശാസ്ത്രമാണ് ചരിത്രം. എന്താ കേട്ടില്ല? തെളിയിക്കപ്പെടാത്തതാണ് ഇപ്പോഴും ചരിത്രമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ തെളിവുകളില്ല ഇപ്പോഴും. എന്നാ നമ്മൾ പഠിക്കുന്നത് വെറുതെ. അമ്പുചേട്ടാ, ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത് ദൈവം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ സംശയമാണ്, എന്റെ മനസ്സിൽ തോന്നിയതാ. നമ്മൾ ഈ സയന്റിസ്റ്റ് പറയും ഈ മറ്റേ ഒരു ഗൊറില്ല അങ്ങനത്തെ മാറിയാണ് മനുഷ്യൻ വന്നതെന്ന്. ഓക്കെ, അത് കഴിഞ്ഞും ഈ ഗൊറില്ല കാണൂലോ? അല്ലേ, ഗൊറില്ല ആരാ ഉണ്ടാക്കി? അപ്പം അത് കഴിഞ്ഞ വേറെന്തോ ടൈപ്പ് മങ്കിയ ആ സാധനത്തിൽ നിന്ന് പിന്നെന്തോ ഒരാൾ വരാഞ്ഞേ? അല്ല, സാധനം പിന്നെ റിപ്പീറ്റ് ആയിട്ട് നടക്കണ്ടേ? കൊരങ്ങനെ എവിടുന്നുണ്ടായി? ഇതൊക്കെ പോട്ട് മനുഷ്യൻ ഉണ്ടാകുന്നതിന് കൊരങ്ങ എങ്ങനെ ഉണ്ടായി? ആ കൊരങ്ങനിൽ കൂടെ അല്ലേ മനുഷ്യനുണ്ടായി എന്ന് പറഞ്ഞ ചിന്തിക്ക്. അണ്ണന്റെ അത്രയും ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ട്? അണ്ണ ഉത്തരം പറ. ഞങ്ങളുടെ ലീഡർ ഇത് പറഞ്ഞിരിക്കും. അല്ല അണ്ണ ആ പുള്ള അഴിച്ചു പോയി. മുട്ടയാണോ കോഴി ഉണ്ടായെന്ന് ഇപ്പഴും ചോദിച്ച അണ്ണ എന്ത് ഉത്തരം പറയും? ഞാൻ പറയും കോഴിയാണ്. അണ്ണ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് അണ്ണ ഇപ്പോഴും നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമേ മാറ്റണം. പഠിക്കരുത്. ആദ്യമേ പാർട്ട് ടൈമിന് പോകണം, ബർഗർ കഴിക്കാൻ. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്ത് ചേഞ്ച് ഇപ്പൊ കൊണ്ടുവരണ്ടേ? പഠിത്തം നിർത്തണം. സത്യം. അണ്ണ ഈ പഠിക്കുന്നതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ? നമുക്ക് ഉസ്മാനായിരിക്കും. അത് താഴെ ഇപ്പോഴാണ് വീണത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഹലോ, ഞാൻ പറഞ്ഞില്ല. നീ ഇപ്പോഴാണ് എത്തിയത്? ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങേണ്ട വഴി ഇറങ്ങാന്നില്ല. എല്ലാരും നിങ്ങളെല്ലാരും ഫോട്ടോയൊക്കെ എടുത്തൂല. അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എങ്ങനെ ഉസ്മാനെ? എനിക്ക് മറ്റേ ഓസി പറഞ്ഞോട്ടെ. പറ. എനിക്ക് ഗ്രാഫിക്സ് കാർഡ് ഒന്നും ഇല്ല. ഭയങ്കര സമയം എടുക്കും. പെരിയ വരുന്നയാണോ നല്ലത്? അതല്ലേ നമ്മുടെ വണ്ടിക്കകത്ത് ഒരാളുണ്ട്. ആളൊന്ന് ഇറങ്ങി കാണിക്കുക. ആളെ എന്താ അറിയണ്ട, ലോഡ് ആവാത്ത ചന്ദ്രൻ കാണാൻ പോയത്. അല്ല, ഇവിടെ ഒരു സീറ്റ് ഉണ്ടല്ലോ. ദൈവമാണ് അതില്.
അണ്ണ നമ്മളെ ചോദ്യത്തിനൊന്നും ഉത്തരം അണ്ണ ഇപ്പോഴും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല കേട്ടാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. അണ്ണൻ പറ. എടാ ഈ ആ നമ്മള് കോഴിയാണോ കോഴിമുട്ടയാണോ ഉണ്ടായതെന്ന് നമുക്ക് ഒരിക്കൽ അതെങ്ങനെ എടാ എല്ലാത്തിനും ഒരു സ്റ്റാർട്ട് ഉണ്ടായിരുന്നു, മനസ്സിലായ? ആ സ്റ്റാർട്ട് എവിടെയാണ് അണ്ണൻ പറ. അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും? അതല്ലേ ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം കറക്റ്റ് അല്ലത്. ഇപ്പോഴും ചോദിച്ച ഉത്തരം പറയാൻ പറ്റാതെ എത്ര ചോദ്യങ്ങളുണ്ട്. എന്നാ ഉത്തരം പറയാൻ അണ്ണ കള്ളനാണോ പോലീസാണോ ആദ്യമേ ഉണ്ടായേ? അണ്ണൻ പറ. എന്തൊരു ചോദ്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് പറഞ്ഞു വരുവാണെങ്കിൽ നമ്മളെല്ലാരും സിബ്ലിങ്സ് ആണ്. അതെ വെച്ചിട്ടുണ്ടോ? അതെ അതെ സിബ്ലിങ്സ് ആണ്, സത്യമാണ്. എന്നാ നമ്മുടെ എല്ലാം ബ്ലഡ് ഒന്നല്ല. ആരാ പറഞ്ഞ എന്റെ ചോര നമ്മളെല്ലാടെ ചോര ഒരേ അല്ല, അതിനകത്ത് DNA എടുത്താ മറ്റേ DNA കിട്ടൂ. സത്യമാണ് സത്യമാണ് അണ്ണ. നമ്മൾ പഠിക്കുന്ന എല്ലാം കള്ളത്തിലും അണ്ണ. ഞാൻ വേറൊരു സംശയം പറയട്ടെ അണ്ണ, ഈ പെട്രോള് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവര് വേറെ എന്തെങ്കിലും വെച്ച് അന്ന് വണ്ടി ഉണ്ടാക്കത്തില്ലായിരുന്നോ? അതെ, മണ്ണെണ്ണ വെച്ച് കുടിച്ചാൻ ഇല്ലേ അണ്ണ? അല്ല, മണ്ണെണ്ണ പെട്രോൾ ആരായിരിക്കും അണ്ണ കണ്ടുപിടിച്ച്? വടക്കകത്ത് തുളയണ്ണോന്ന്. എടാ അതൊക്കെ ഫോർമേഷൻ ആണ്. ലൈക്ക് അതെന്താ പറയാ, അത് പുതിയൊരു ഡിഷ് കൊണ്ടുവരുമ്പം ബാക്കിയുള്ള ഡിഷിന്റെ അപ്പിയറൻസിലല്ലാതെ വേറെ ഇരിക്കണം എന്നുള്ളത്. അല്ലാതെ ഉഴുന്നോടെ തുള ഉണ്ടായത് എങ്ങനെയെന്നല്ല, ആ ഡിഷ് മറ്റുള്ളതിനകത്തുനിന്ന് ഡിഫറെന്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഉഴുന്നോടൽ തുള കൊണ്ടുവന്ന്. നീ ഇപ്പൊ വേറൊരു സാധനം കൊണ്ടുവന്നിട്ട് പറയാണ് ഇതിന്റെ പേര് ശശിമേസ്തിരി, ഇന്നോട്ട് എണ്ണയിലിട്ട് വറക്കുന്ന സാധനം ശശിമേസ്തിരി. അതിന്റെ ഷേപ്പ് കൊണ ഏങ്കോണിച്ച് നീ വെച്ച് നീ ഏങ്കോണിച്ചാണ് ഉണ്ടാക്കണത്. നാളെ തൊട്ട് തിന്നുന്ന ഒരു ശശിമേശ്വരിയുടെ ഷേപ്പ് അങ്ങനെ ഏങ്കോണിച്ചായിരിക്കുന്നേ പറയുള്ളൂ. എനിക്ക് അതിലല്ലോ ഇതൊക്കെ നിന്റെ മുടി ചന്തിക്കായിരുന്നെങ്കിലോ? ഇവര് പെർമനന്റ് ആയിരുന്നു. ഇന്നലെ കാല് പിടിച്ചാ പറ്റി ഇവരെ തിരിച്ചു വിടാൻ പോകുന്നത്. എടാ അടുത്ത വർഷത്തിലെ ബാക്കിയിരിക്കുന്ന അണ്ണന്റെ വണ്ടി എന്ന പയ്യനാ. സെട്രി പൊന്നൻ. നീയാണല്ലേ വണ്ടി വേണതേ? ഇതല്ല അണ്ണന്റെ മറ്റേ വരതകം. പൊന്ന നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു കേട്ടാ. നീ ഇടയ്ക്ക് വെച്ച് നീ പണിത വണ്ടി തിരിച്ചു ചോദിച്ചോന്നൊക്കെ ഞാൻ അറിഞ്ഞു. അത് ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ. അങ്ങനെ പെർമനന്റ് ആയിട്ട് പോയതാ. ഇപ്പൊ കാര്യം പിടിച്ച് കയറി. എനിക്ക് നിന്നായിട്ട് ഒരു പ്രശ്നമില്ല. നീ എങ്ങനെയാണ് വണ്ടി തിരിച്ചു ചോദിച്ചത്? അല്ല ഞാൻ നീ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇവിടെ ഉള്ള എല്ലാ വണ്ടിയും എന്റെ തിരിച്ചു വിട്ടായിരുന്നു. ആണല്ലേ? എന്തിനാ തിരിച്ചു ചോദിച്ചേ? പിന്നെ എന്റെ എല്ലാ വണ്ടിയും ഞാൻ അങ്ങ് തിരിച്ചു വിട്ടു. ഞാൻ ഒരു കാര്യം പറയാം, നീ ഒരു കമ്പനി തുടങ്ങി ഈ പറഞ്ഞതുപോലെ വാടയോ പരിപ്പോടെ എന്തോ ആയിക്കോട്ടെ, നീ അത് എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി ഇരുന്ന് കഴിച്ചിട്ട് എല്ലാവന്മാരും കുറ്റം പറഞ്ഞ് നീ അത് തിരിച്ചു മേടിക്കുവോ? കണ്ടിയായിട്ട് മേടിക്കുന്ന സ്വഭാവമാണ്. എനിക്ക് അറിയാവുന്ന പറയാം, അത് കണ്ടിയായിട്ട് കറക്കി കൊണ്ടുവരാൻ പറയും. അത്ര തീട്ടൊക്കെ അപ്പനെ പറയാം, ഓ എന്നാ അഡ്മിൻസ് തപ്പിയിട്ട് അവിടെ അത്ര ചീപ്പായി മനസ്സിലാവും. നമ്മള് ഭയങ്കരമായിട്ട് എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടാണ്. നമ്മൾ ഇത്ര എന്തിനാ ബ്രെയിൻ യൂസ് ചെയ്യും? നമുക്ക് വള്ളി പിടിച്ചടിക്കുക അതൊക്കെ മതിയാണ്. നമ്മള് ഭയങ്കര സയൻസ് ഫിക്ഷനിലോട്ട്. അണ്ണൻ അറിഞ്ഞ എന്നെ ജെഞ്ചി വന്ന് തല്ലിക്കൊന്ന അണ്ണ അറിഞ്ഞ? നിന്നെ തല്ലിക്കൊന്ന ജെഞ്ചി വന്ന്? ഓ എന്നെ തല്ലിക്കൊന്ന ചോദിക്കാനും പറയാനും ആരില്ലെന്ന് പറഞ്ഞോണ്ട് എന്നെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് ആയിട്ട് അങ്ങ് തല്ലിക്കൊന്നു. അതൊക്കെ ആരാന്ന് എനിക്കറിയില്ല.